ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മോനെന്തിനാ കരയുന്നേ? എന്നാ പിള്ളേരെ വഴക്കുണ്ടാക്കുന്നേ? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? കൊച്ചിനാണ് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ശാന്തരായിട്ടിരുന്നേ. വാ മോനെ, വാ. കൊച്ചു വരെ കേട്ടോ. കേട്ടോ, നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടേ ആ കുഞ്ഞ് കരഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചുമില്ല, നമുക്ക് അതിനെ ചെന്ന് എടുക്കാനും തോന്നിയില്ല. പക്ഷെ ആ കൊച്ചിൻ്റെ അമ്മ കണ്ടോ, അമ്മ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞ് എൻ്റെ കൊച്ചാണല്ലോ കരയണേന്ന് ഓർത്ത് എത്ര തിരക്കിനിടയിൽ നിന്ന് കണ്ട ബിന്ദു ഓടി ഒന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ, അതും മറ്റേ കൊച്ചിനെ എടുത്തില്ല, അവനവൻ്റെ കൊച്ചു കരഞ്ഞപ്പോൾ അവനവൻ്റെ കൊച്ചിനെ ഓടി ഓടി വന്ന് എടുത്തു. ഇതൊരു ആ അമ്മയുടെ ആ മാതൃത്വത്തിൻ്റെ ഒരു അമ്മ മനസ്സാണത്. ശരിക്കും പറഞ്ഞാൽ മോളെ ആ ബൈബിളിങ് എടുത്തു തരാമോ? നമുക്ക് ഈ കരച്ചിലും ഈ അമ്മ മനസ്സും തമ്മിലൊരു കണക്ഷനുണ്ട്, ബന്ധം. അതായത് നമ്മുടെ ഈശോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഈശോയ്ക്ക് ഒരു അമ്മ മനസ്സുണ്ട്, ശരിക്കും ഒരമ്മയുടെ മനസ്സ് ഈശോയ്ക്കുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ അതിലൊരു ഭാഗമുണ്ട്. ആ ഈശോയുടെ ആ കരച്ചിൽ, മക്കളുടെ കരച്ചിലിൻ്റെ മുമ്പിൽ മനസ്സലിയുന്ന ഒരു ഹൃദയം. അതായത് ഈശോയും ശിഷ്യന്മാരും കൂടെ കൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുക. അപ്പോൾ ഇവിടെ എഴുതിയേക്കണ, ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. അപ്പം ഈശോയാണ് ആവശ്യപ്പെടുന്നത് ആ യാത്ര, വഞ്ചിയിൽ യാത്ര തിരിക്കാമെന്നും പോകാമെന്ന് ഈശോ പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ് അത്. അങ്ങനെ ഈശോ പ്ലാൻ ചെയ്ത ആ യാത്രയിൽ അവിടെ പ്രശ്നം ഉണ്ടാകുക. അവിടുത്തെ തടസ്സമെന്ന് പറഞ്ഞാൽ അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു, ഈശോ ഉറങ്ങുമായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ അപകടത്തിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈശോ പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ്, അവിടെ ഒരു അപകടം ഉണ്ടാകുകയാണ്, അവർ അപകടത്തിലായി. അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി. അവർ അടുത്ത് ചെന്ന് ഗുരോ ഗുരോ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ശരിക്കും പറഞ്ഞാൽ അവർ അപകടത്തിലായി, തിരമാല ഉയർന്നു നിൽക്കുന്നു, കൊടുങ്കാറ്റടിച്ചിരിക്കുന്നു, വഞ്ചിയിലേക്ക് വെള്ളം കയറി, വഞ്ചി മുങ്ങാൻ പോകുന്നു. അന്നേരം ചുമ്മാ ഉറങ്ങിക്കിടക്കണ ഈശോയെ ചെന്ന് തൊട്ടിട്ട് ഗുരു ഗുരു എന്ന് വിളിക്കുവാണോ? നമുക്കൊരു അപകടത്തിൻ്റെ വരുമ്പോൾ നമ്മൾ കാറി കൂവി അല്ലേ, കരഞ്ഞ് വിളിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാർ കരഞ്ഞ് ഈശോയെ വിളിക്കുവാണ്. ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു, അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവിടെ ശാന്തതയുണ്ടായി, സംഗതിയെല്ലാം, ആ അപകടാവസ്ഥയെല്ലാം മാറിപ്പോയി. അപ്പം നമ്മളിപ്പോൾ ഈ കൊച്ചിങ് ഇവിടെ കരഞ്ഞപ്പം ബിന്ദു എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നേ,
ഈ കരച്ചിലിൻ്റെ ശബ്ദം ഒന്ന് ഓർത്ത് നോക്കിയാൽ അവിടെ കൊടുങ്കാറ്റടിക്കുക, വഞ്ചിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഈശോ എന്നാ ചെയ്യുമായിരുന്നു? സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ ആ ഈശോയുടെ ഉറക്കത്തെ വെള്ളം കൊണ്ട് തടസ്സപ്പെടുത്തിയില്ല, ഉണർത്താൻ പറ്റിയില്ല. വെള്ളം കയറുമ്പോൾ എന്തായാലും ഏത് മനുഷ്യനും ഉറങ്ങുമ്പോൾ ഉണരും. കൊടുങ്കാറ്റിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ ശക്തിയും ഇതെല്ലാം ഈശോയെ അത് സ്വാധീനിച്ചല്ലോ. ഈ കാറ്റടിച്ചല്ലോ, എന്നിട്ട് ഈശോ ഉണർന്നോ? ഇല്ല. പക്ഷെ ഈശോയെ എങ്ങനെയാ ഉണർത്തിയത്? അവര് കരഞ്ഞു. അവര് ഞങ്ങൾ നശിക്കാൻ പോകുന്നേന്ന് പറഞ്ഞ് ഇവരുടെ കരച്ചിൽ കേട്ടപ്പോൾ ഈശോ ഉണർന്നു. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ, വെള്ളത്തിന് ആ തണുപ്പ് വന്നിട്ടും ഈശോ ഉണർന്നില്ല. കാറ്റടിച്ച് കൊടുങ്കാറ്റിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ വേഗതയും നമുക്കറിയാലോ. അത്രേ സംഭവം ഉണ്ടായിട്ടും ഈശോ ഉണർന്നില്ല. പക്ഷേ മനുഷ്യ മക്കളുടെ, ഈശോയുടെ പ്രിയപ്പെട്ടവരാ ശിഷ്യര്, ആ ശിഷ്യന്മാരുടെ കരച്ചിലിൻ്റെ ശബ്ദം ഈശോയുടെ കാതുകളിൽ വന്നു, ഈശോ ഉണർന്നു. അപ്പോൾ കൊടുങ്കാറ്റിനെക്കാട്ടിലും പേമാരിയെക്കാട്ടിലും സകല ശക്തികളെക്കാട്ടിലും ഈശോയിനെ ഉണർത്താനുള്ള എന്താ സംഗതി? നമ്മുടെ കരച്ചിലിനാണ് ആ മനുഷ്യ മക്കളുടെ. കാരണം ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ പ്രിയപ്പെട്ടവരിപ്പോൾ ബിന്ദു വന്ന് കൊച്ചു കരയണിട്ട് അടുക്കളയിൽ എന്തെല്ലാം തിരക്കുണ്ടായിട്ടും കൊച്ചു കരഞ്ഞ ശബ്ദം കേട്ടു. കാരണം അടുക്കളയിൽ സകല ജോലിയിലും വ്യാപൃതയായിരുന്നു. എങ്കിലും നമ്മളിവിടെ പറയണതോ കൊട്ടുമ്പോഴോ ഒന്നും ശ്രദ്ധയപ്പെട്ടില്ല. കുഞ്ഞ് കരഞ്ഞപ്പം ബിന്ദു ശ്രദ്ധിച്ചു. അതെല്ലാം അവിടെ ഇട്ടിട്ട് ഓടി വന്ന് കൊച്ചിനെ എടുത്തു. കൊച്ചുറങ്ങി അല്ലേ, കൊച്ചിനെ ശാന്തമാക്കി. അപ്പം ഈ അമ്മ മനസ്സല്ലേ ഈശോയുടെ, അല്ലേ? ആ കരച്ചില്, തൻ്റെ മക്കളുടെ കരച്ചില്, ആ കണ്ണുനീരിന് മുമ്പിൽ മനസ്സലിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരഞ്ഞപേക്ഷിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെ കരയിപ്പിക്കണമെന്ന് ഈശോയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ നമുക്ക് കരച്ചിലിൻ്റെ ഒരു വക്കിൽ നമ്മൾ എത്തിയാൽ അവിടെ ഈശോ പ്രവർത്തിക്കും. അപ്പം നമ്മൾ ഓർത്ത് നോക്കി, ഈശോ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ വഞ്ചിയിൽ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെയും കൂട്ടി ഈശോ പ്ലാൻ ചെയ്ത ഒരു യാത്രയിൽ അപകടം ഉണ്ടായി, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതയാത്രയും ഈശോ പ്ലാൻ ചെയ്തതല്ലേ. നമ്മളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും അല്ലേ, അത് ഈശോയുടെ പ്ലാനും പദ്ധതിയാ. ജോലിക്ക് പോകുന്നു അല്ലേ, എല്ലാം ഈശോയുടെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവൂലേ? അല്ലേ? ചിലപ്പോൾ നമ്മൾ വാവിട്ട് നിലവിളിക്കുന്ന സംഗതി ഉണ്ടാവും. പക്ഷെ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ മതി. കാരണം നമ്മളൊക്കെ കരയും. എവിടെയാ? ആരുടെ മുമ്പിലാ കരയണേ? മനുഷ്യരുടെ മുമ്പിൽ അല്ലേ. നമുക്കൊരു വിഷമം ഉണ്ടായാൽ, വേദന ഉണ്ടായാൽ നമ്മൾ ആരുടെ മുമ്പിൽ കരയും? മനുഷ്യരുടെ, അതായത് ഭർത്താവിൻ്റെ മുമ്പിൽ കരയും അല്ലേ, ചിലപ്പോൾ മക്കളുടെ മുമ്പിൽ കരയും, ചിലപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിലായിരിക്കും. നമുക്ക് സങ്കടം വന്നു അല്ലേ, നമ്മൾ നിസ്സഹായരാകുമ്പോൾ കരയുന്നത് മനുഷ്യരുടെ മുമ്പിലാണ്. അവിടെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ശിഷ്യന്മാർ തമ്മിൽ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ കരഞ്ഞ് ഈശോയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് തൊട്ടുണർത്തി അല്ലേ. ആ കരച്ചിലിൻ്റെ ശബ്ദം ഈശോയെ ഉണർത്തി. അപ്പം നമ്മുടെ ഈശോ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് നമ്മളെ ഒരു വീട്ടിലേക്ക് അല്ലെ, ഒരു കമ്പനിയിലേക്ക് അല്ലെ, ഒരു സ്ഥലത്തേക്ക്, ഒരു ജോലിക്ക് വിളിച്ചു, ഒരു ദൗത്യം ആ പ്ലാനും പദ്ധതിയായിട്ട് വിളിച്ചെങ്കിലും അവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടാവസ്ഥകളും നമ്മൾ കരയേണ്ട എത്താറുണ്ട്, എത്തിക്കും. പക്ഷെ അവിടെയും ഈശോ പറയാണ്, ഞാനുണ്ട് മക്കളെ നിങ്ങളുടെ കൂടെ, ഞാനുണ്ട്. ആ ഓൺ ദി സ്പോട്ടിൽ സഹായിക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് പ്രതിബന്ധം എന്താണോ നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ആ ശക്തിയെ മാറ്റിക്കളയാനാണ്. ഇവിടെ കൊടുങ്കാറ്റായിരുന്നു ശിഷ്യന്മാരെ ഭയപ്പെടുത്തി നിലവിളിപ്പിച്ചത്. അതുപോലെ തിരമാല ഉയർന്നു, മഴ പെയ്തു, ആ വെള്ളമാണ്. അപ്പോൾ അവരെ ഭയപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും കണ്ണീരിന് കാരണമായതിനെ യേശു ശാന്തമാക്കി. ഈശോ അതിനെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് ശാന്തമായി. അവർ അത്ഭുതപ്പെട്ടു പോയി. അവർ പറയുന്നുണ്ട് ഇതിനകത്ത്, ഇവൻ ആരാ, കാറ്റിനോടും കടലിനോടും പോലും. അപ്പോൾ അവിടെ വെച്ച് ശിഷ്യന്മാർക്കൊരു വെളിപ്പെടുത്തൽ കൂടി കിട്ടുവാണ്. ഈ പ്രകൃതിയുടെയും അധിപൻ, ഈശോ പറഞ്ഞ അനുസരിക്കാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും ഇല്ലയെന്ന് ഈശോയെക്കുറിച്ചൊരു അറിവ് കൂടി അവർക്ക് കിട്ടുക ഈ സാഹചര്യത്തിലൂടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈശോ ഉണ്ടെന്നും നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മൾ ഈശോയോടാണ് ആവശ്യപ്പെടേണ്ടത്. ശിഷ്യന്മാർ ഈശോയെ ഉണർത്തി പറയുന്നത്, ഞങ്ങൾ ദേ നശിക്കാൻ പോകുന്നു. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും
നമ്മൾ ഈശോയെ വിളിക്കണം. ഈശോയെ ഇതാണ് എൻ്റെ സാഹചര്യം, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ അത് നമുക്ക് മാറ്റിത്തരും. ഇപ്പം ഒരമ്മ മനസ്സ് ഈശോയുടെ ഉണ്ട്, ഈശോയ്ക്കുണ്ട്. അത് ഒത്തിരി സംഭവങ്ങൾ, അതായത് കരച്ചിൽ കർത്താവ് ഒരു സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴേ ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപാട് വരെ വായിച്ചു നോക്കിയോ, അതിനകത്തൊക്കെ ഈശോയുടെ ആരുടെയും കരച്ചിൽ സഹിക്കാൻ പറ്റില്ല ഈശോയ്ക്ക്. ഹാഗാർ കരഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ 11 അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഹാഗാർ സാറായിൽ നിന്ന് അകന്ന് ഓടിപ്പോയി. പ്രസവിക്കുന്നതിന് മുമ്പ് ഓടി നേരത്തെ. അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയാണ്, കാരണം ആ ഇസ്മായേൽ എന്ന് പേര്. അപ്പോൾ പറയുകയാണ് ദൂതൻ തുടർന്ന്, എണ്ണിയാൽ തീരാത്തവണ്ണം അത്ര അധികമായി നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം, കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം ഒരു മനുഷ്യ വ്യക്തിയുടെ, അതായത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും രോദനം ശ്രവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, പിതാവായ ദൈവം. അപ്പോൾ ആ ഹാഗാറിൻ്റെ രോദനം ശ്രവിച്ചത് കൊണ്ടാണ് ദൂതനെ പിതാവ് അയക്കുന്നത്, ഇവളെ ആശ്വസിപ്പിക്കാൻ അയക്കുക. അത് കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞ് ഹാഗാർ ഒന്നും കൂടെ ഓടുന്നുണ്ട്. എങ്ങനെ ഓടി ഹാഗാർ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അവിടെ പറയുന്നത് നമ്മൾ അത് അധ്യായം 21. അവിടെ ഹാഗാറിന് അബ്രഹാം തുകൽ സഞ്ചിയിൽ കുറച്ച് വെള്ളവും അപ്പമൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. ഇപ്പം തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അപ്പോൾ ആദ്യം ഹാഗാറിൻ്റെ കരച്ചിൽ കേട്ടു, പിന്നെ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കരച്ചിൽ, നമ്മുടെ ആ ഹൃദയത്തിൻ്റെ രോദനം, ആ സങ്കടം, ആ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കണ്ട? അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, കൂടെ നിൽക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം അവിടെയുണ്ട്. അതുപോലെ ഒന്ന് കരയുന്ന സാഹചര്യത്തിലെല്ലാം ഈശോ ഇടപെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നായിനിലെ വിധവ മകൻ മരിച്ചതിൻ്റെ കരഞ്ഞിരിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല, ഈശോയോട് രക്ഷിക്കാനോ അല്ലോ ജീവൻ വെപ്പിച്ചു കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. ഈ വിധവയുടെ കണ്ണുനീരാ ഈശോ ഗദ്ഗതപ്പെട്ടു, സങ്കടപ്പെട്ടു ആ മകനെ ഉയർപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ആ കരച്ചിലിൻ്റെ മുമ്പിൽ മനസ്സലിയുന്ന ഒരു ഈശോയുടെ ഹൃദയം, ഒരമ്മ മനസ്സാണ്. അതുപോലെ ഒത്തിരി സാഹചര്യം, അതായത് നമ്മൾ ദൈവദൂതന്മാർ പോലും കണ്ണുനീരിന് മുമ്പ് ചോദ്യം ചെയ്യുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഈശോ പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണല്ലോ. അപ്പോൾ മഗ്ദലന മറിയവും മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? കണ്ടോ? ഇപ്പം സ്വർഗവാസികളെല്ലാം മനുഷ്യ മക്കളുടെ കണ്ണുനീരിനെ ചോദ്യം ചെയ്യുക, നിങ്ങൾ എന്തിനാ കരയുന്നത്? കാരണം കരയരുത് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിന്നെ എന്തിന് നിങ്ങൾ കരയണം? കാരണം ശക്തനായവൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കരയണം? അപ്പം ദൈവദൂതന്മാർ പോലും ചോദിക്കുക. പിന്നെ ഈശോ ഉയർത്തെഴുന്നേറ്റു. കല്ലറി നമുക്ക് അറിയാം, ഈ അധ്യായം വായിക്കുമ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ലോകത്തിലേക്ക് ശബ്ദിച്ച ഒരു വാക്കുണ്ട്. അറിയാവോ? അറിയത്തില്ല, വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14 മുതൽ വായിക്കാം. അപ്പം മഗ്ദലന മറിയം വന്നു, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഉയർത്തെഴുന്നേറ്റവൻ പാട് പീഡ അനുഭവിച്ച് കുരിശിൽ മരിച്ച്
പീഡ സഹിച്ചു കഴിഞ്ഞ് ഈ ലോകത്തിലേക്ക് പുതിയൊരു ശരീരവും പുതിയൊരു തേജസ്സോടുകൂടി പുനരുത്ഥാന ആ അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ഈശോയുടെ നാവിൽ നിന്ന് ആദ്യം വീഴുന്ന വാക്ക്, സ്ത്രീയെ നീ കരയുന്നത് എന്തിനാ? ഈശോയ്ക്ക് പോലും സഹിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് മുമ്പിൽ ഈശോ ചോദ്യം ചെയ്യുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീര് അനുഭവിക്കുന്നത് ആരാ? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളാണ്. പീഡനം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. സ്ത്രീയുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവദൂതന്മാർ പോലും ചോദ്യം ചെയ്യപ്പെടുന്നു, ചോദ്യം ചെയ്യുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കുന്ന വാക്കാണ്, സ്ത്രീയെ നീ എന്തിനാ കരയുന്നു? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവളാണ് ഞാൻ. എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയ സ്നേഹം നിറഞ്ഞവളാണ് ഞാനെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക്, അത് ഒരമ്മ മനസ്സിൽ നമ്മുടെ കണ്ണു നിറയുന്നു ഇപ്പോൾ അല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ ആ അമ്മ മനസ്സ് ഈശോ വെച്ചിട്ടുണ്ട്. ഈശോയുടെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ശക്തരാണ് സ്ത്രീകൾ. അവർ കായിക ബലത്തിൽ ശക്തരാണ്, പക്ഷേ മാനസിക ശക്തിയിൽ, അതായത് ഒന്ന് പ്രസവിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? ഈ വേദന താങ്ങാൻ പറ്റുമോ? ഈ കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ ഈ സഹനത്തിൻ്റെ പിന്നിലെ എന്തെല്ലാം സഹിച്ചും ക്ഷമിച്ചും സ്ത്രീകൾ ജീവിക്കുന്നു. സ്ത്രീകളല്ലാതെ സ്ത്രീത്വം ഇല്ലാതെയും ജീവിക്കുന്നുണ്ട്, അത് വേറെ. പക്ഷേ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ സ്ത്രീകളുടെ മനസ്സ് ഈശോയുടെ മനസ്സാണ്. കണ്ണുനീരിന് മുമ്പിൽ ഏത് സ്ത്രീയുടെയും കണ്ണ് നനയും. ഈശോ നനഞ്ഞു. മർത്താമറിയം ലാസറിനെ മരിച്ചു, അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും കരയുന്നു. മർത്തയും മറിയവും സങ്കടപ്പെടുന്നതുകൊണ്ട് ഈശോ കണ്ണീർ വാർത്തു എന്നാണ് എഴുതി വെച്ചിരിക്കണേ, കൂടെ കരയുന്നവൻ. അപ്പം നമുക്ക് വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മോടൊപ്പം കൂടെ ഇരുന്ന് കരയുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം ഇപ്പം ഈശോയോട് നമ്മൾ പറയണം, എൻ്റെ ഈശോയെ, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒന്ന് ബോധ്യം വരാനുള്ള കൃപ. ഈ കൃപ നമ്മൾ ചോദിച്ചു മേടിക്കണം. ഈ കൃപ ചോദിച്ചു മേടിച്ചാൽ നമ്മൾ ചുമ്മാ മനുഷ്യരുടെ മുമ്പിലൊന്നും കരയരുത്. ഞാൻ പറയണ മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് എന്നാ കാര്യം അല്ലേ? ചുമ്മാ കരഞ്ഞാൽ ചിലർ കളിയാക്കും അല്ലേ? അല്ലെ ഇങ്ങനെ കണ്ണ് അങ്ങ് മിണ്ടണ്ട, അതിനു മുമ്പ് കണ്ണീന്ന് പിടിവിടാന്ന് വീഴുമെന്ന് പറയും. നമ്മളെ എല്ലാവരും പരിഹസിക്കുകയുള്ളൂ. പക്ഷെ ഇതൊന്നും നമ്മൾ അവരുടെ ഒന്നും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കരയേണ്ടവൻ്റെ കാൽപാദത്തൊക്കെ കണ്ണുനീരൊഴുക്കണം. അത് ഈശോയുടെ മുമ്പിലാണ്. ഈശോയുടെ മുമ്പിൽ നമ്മളൊന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വീണാൽ ഈശോ അവിടെ ഇടപെടും. അപ്പം ആ വിശ്വാസത്തിൽ നമ്മൾ ഇടപെടണം. വെറുതെ അയ്യോ എനിക്കിതെല്ലാം തന്നല്ലോ, ഇതാണോ ദൈവം എവിടെയായിരിക്കണേന്ന് ചോദിച്ചല്ല കരേണ്ടത്. കർത്താവെ, ഈ വേദനയുടെ മധ്യത്തിൽ, ഈ സഹനത്തിൻ്റെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കാൻ, നിൻ്റെ സ്നേഹം ആ സാഹചര്യത്തിലേക്ക് ഒഴുക്കി കൊടുക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പറയുമ്പോൾ ഈ ശക്തി നമ്മളിലേക്ക് വരും. കാരണം കണ്ണുനീരിന് മുമ്പിൽ ഈശോയുടെ മനസ്സലിയുകയും എന്തിനാ മോളെ നീ കരയുന്നതെന്ന് ചോദിക്കുന്ന സ്വാന്തനത്തിൻ്റെ ആ ഒരമ്മ ഹൃദയം ഈശോയുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഏശയ്യായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏശയ്യ 66-ാം അധ്യായത്തിൽ ആ അമ്മ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 12 മുതൽ വായിക്കുമ്പോൾ, കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സ്വാന്തനം അനുഭവിക്കും. അപ്പം അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. അപ്പം നമ്മുടെ സങ്കടം, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സങ്കടങ്ങളുണ്ട് നമുക്ക് അല്ലേ? ഈ കൊച്ചുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ കൂടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ ശാസനവും കുടുംബത്തിലെ സഹോദരന്മാരുടെ ഇടപെടലും അതങ്ങനെ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചെന്ന വീട്ടിലേത് അതങ്ങനെ, ഭർത്താവിൻ്റേത് അതങ്ങനെ, അമ്മായിയമ്മ അങ്ങനെ എല്ലാം നമുക്ക് അവിടെയുണ്ട്. പ്രതിസന്ധികളുണ്ട്. ഈശോ നമുക്ക് കാണിച്ചു തന്ന ജീവിതമായത്. പുതിയൊരു ഭവനത്തിലേക്ക്, ഭർത്തൃഗ്രഹത്തിലേക്ക് ചെല്ലുക. പക്ഷേ ഈശോ പറയാം, മോളെ നീ അവിടെ ചെല്ലേണ്ടത് ആവശ്യമാണ്, അത് ഈശോ തന്ന ദൗത്യമാണ്. അവിടെ ഈശോയുടെ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് നമ്മളെ ആ ഭവനത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിസന്ധിയുണ്ട്, കണ്ണുനീരുണ്ട്, അവിടെ പ്രലോഭനമുണ്ട്, അവിടെ കൊടുങ്കാറ്റുണ്ട്, പേമാരിയുണ്ട്, തിരമാല ഉയരും. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈശോയെ ഉണർത്തുക. ഈശോ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഈശോ വിളിക്കണം, ഈശോയെ വിളിക്കണം. നമ്മൾ വിളിക്കുന്നത് എന്തിനാ? എൻ്റെ കണ്ണീര് തുടച്ചതെന്നും പറഞ്ഞല്ല. ഈശോയെ, ഈ സാഹചര്യം നീ എന്നെ ഈ ഭവനത്തിലേക്ക് അയച്ചു, ഇവിടെ എനിക്ക് ഒത്തിരി പ്രതിസന്ധികളാണ്, ഈ പ്രതിസന്ധിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ
ആ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശക്തി എനിക്ക് വേണം. കാരണം നമുക്കറിയാം നമ്മളിതിനെ മറികടക്കണം, എങ്കിലേ ആ കുടുംബം രക്ഷയിലേക്ക് നയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഈശോ നമ്മളെ അയച്ചിരിക്കുന്നത് എങ്ങനെ? അബ്രഹാമിൻ്റെ വിളിയാണ് നമുക്ക്. അബ്രഹാമിനോട് പറഞ്ഞെന്നാ, ഞാൻ നിൻ്റെ ഇത് വിട്ട്, ഗ്രഹം വിട്ട്, സ്വന്തം ഗ്രഹം വിട്ട് എങ്ങോട്ട് വേണം? ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. അവിടെ നീ ഒരു അനുഗ്രഹമായി തീരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീടും നാടും എല്ലാം വിട്ട് നമ്മൾ ഭർത്തൃഗ്രഹത്തിലേക്ക് പോകുന്നവരാ അല്ലേ? പിന്നെ അവിടെയാണ് നമ്മുടെ ജീവിതം. അവിടെ നമ്മളിപ്പോൾ പലപ്പോഴും ശാപമായി മാറും, മറ്റുള്ളവർക്ക് പാരയായി മാറും. അത് പാടില്ല. നമ്മളവിടെ അനുഗ്രഹമാകാൻ വേണ്ടി ഈശോ നമ്മളെ വിട്ടിരിക്കുക. അവിടെ നമുക്ക് ദൗത്യമുണ്ട്, ആ കുടുംബവും ഗോത്രവും രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത്. നമ്മിലൂടെ വേണം ഈശോയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ. അപ്പോൾ ആ ഈശോ അവിടെ ഉണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഞാൻ കരഞ്ഞാൽ അവൻ ഓടി എൻ്റെ അടുത്ത് വരും. ഒരു പാട്ടുണ്ടെങ്കിൽ അല്ലേ? ഞാൻ കരഞ്ഞാൽ ഓടി. അപ്പം അത് സത്യമാണ്. നമ്മുടെ കണ്ണീന്ന് നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ ഈശോ കാണാൻ ഇഷ്ടപ്പെടാത്ത ഈശോയ. അത്ര സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. അപ്പം നമ്മൾ തിരിച്ചറിയുക, ഈ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈ ഈശോയാണ് എൻ്റെ കൂടെ നിൽക്കുന്നവന്. ആ ഈശോയാണ് എൻ്റെ സ്നേഹം. ഞാൻ സങ്കടപ്പെട്ടാൽ എൻ്റെ ഈശോയ്ക്ക് അത് സഹിക്കുകയില്ല എന്നും ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ എന്ത് സഹനത്തിൻ്റെ മുമ്പിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ആ കൃപ നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ചറിയുക, അതനുസരിച്ച് മുമ്പോട്ട് നമ്മൾ പോവുക. ഇപ്പോൾ ബിന്ദുവിന് ആ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടത് എന്നാ പണിയുണ്ടേലും ഇട്ടിട്ട് ഓടിയില്ലേ? ഓടി വന്നു. കാരണം അവിടുത്തെ പണിയല്ല പിന്നെ നമുക്ക് വിഷയം, എൻ്റെ കൊച്ചെന്തിനാ കരഞ്ഞു. അതുപോലെ ശബ്ദം തിരിച്ചറിഞ്ഞു. സ്വന്തം കൊച്ചിൻ്റെ ശബ്ദമാണ് തിരിച്ചറിയണത്. അയലോക്കത്തെ കൊച്ചു കരഞ്ഞാൽ ബിന്ദു ഇതുപോലെ ഓടുമോ? ഓടുകല്ലോ. അപ്പം ആരുടെയാ? എൻ്റെ കുഞ്ഞ് കരഞ്ഞു. അപ്പം നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ഈശോയുടെ കുഞ്ഞാ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഈശോയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. 1000 മക്കളുടെ ഇടയിൽ നിന്ന് ഈശോയുടെ കുഞ്ഞൊന്ന് കരഞ്ഞാൽ എല്ലാവരും ഈശോയുടെ മക്കളെങ്കിലും ഈശോ ആണ് എൻ്റെ പിതാവെന്ന് തിരിച്ചറിയുന്ന, അല്ലെ എൻ്റെ സ്വന്തം ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് നിലവിളിച്ചാൽ, ഒരു ഗൽഗതം വിട്ടാൽ ഈശോ അറിയും. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഞാനൊന്ന് കരഞ്ഞാൽ എങ്ങനെയാണ് ഈശോ കേൾക്കുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം, ആ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 6 മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വിചാരങ്ങളെയും തിരിച്ചറിയുന്നവൻ, അറിയുന്നവൻ, മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്നത് കേൾക്കുന്നവൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ മനുഷ്യൻ്റെ വികാരങ്ങൾ പോലും അറിയുന്നവൻ. 130 സങ്കീർത്തനം നമ്മൾ വായിക്കാൻ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും ചരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എനിക്കൊരു വിശ്വാസം കിട്ടിയ വചനമായി ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവില്ലേ? ഈ മുറിക്കകത്ത് കയറിയ ഇല്ലേ? അടുക്കളയിലുണ്ടല്ലോ, ബെഡ്റൂമിലുണ്ടല്ലോ, ഈ പാർക്കിലുണ്ടല്ലോ, പുഴേരിയിലുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണുന്നു, നമ്മളെ അറിയുന്നു. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ, നമ്മളൊന്ന് വിളിച്ചാൽ ഓടി അടുത്ത് വരുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ അമ്മ മനസ്സിൻ്റെ സ്നേഹം, ആ അമ്മയുടെ മൃദുലതയും സൗമ്യതയും സ്നേഹം. അതുപോലെ ഈശോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്നേരം ഈശോ അവരെ വിളിക്കേണ്ട, കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ എന്നാ ചെയ്തേ? കടൽ തീരത്ത് അപ്പം ഉണ്ടാക്കി മീനും ചുട്ട് കാത്തിരിക്കുക. ഇതാരുടെ മനസ്സാ? മക്കൾ ജോലിക്ക് പോയാലേ പുറത്തു പോയാൽ കാത്തിരിക്കുന്ന ആരുടെ മനസ്സാ? അമ്മ ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ വരുന്നത് കാത്തിരിക്കൂലേ? അപ്പം ഇതുപോലെ ഈശോ ഉയർത്തെഴുന്നേറ്റു, മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക. യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ടത് 21-ാം അധ്യായത്തിൽ. അപ്പം അവിടെ പറഞ്ഞിരിക്കുക, കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? മീൻ വല്ലതും കിട്ടിയോ? അന്നൊന്നും കിട്ടിയില്ല. പക്ഷേ ഈശോ പറഞ്ഞപ്പോൾ കിട്ടി. പക്ഷെ അവർ കരയ്ക്ക് വരുമ്പോൾ കാണുന്നത് അപ്പവും വെച്ച് മീനും ചുട്ടി ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയാണ്. അപ്പം ആ ഈശോയുടെ മനസ്സെന്തുവാ? അമ്മ മനസ്സാണ്. ഒരപ്പൻ്റെ സ്നേഹം, ഒരമ്മയുടെ സ്നേഹം, ഇതല്ലേ പൂർണ്ണത. സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതാണല്ലോ. ഇത് രണ്ടും നിറഞ്ഞതാണ് ഈശോയുടെ മനസ്സ്. ആ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
പിന്നെ നമ്മൾ വിഷമിക്കണോ? അപ്പം നമ്മൾ വിളിച്ചപേക്ഷിക്കുക. ഈശോ പറഞ്ഞില്ലേ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. നിൻ്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ സ്വർഗീയ രഹസ്യങ്ങൾ അല്ലേ വെളിപ്പെടുത്തി തരാമെന്നാണ് ഈശോ പറഞ്ഞ ജെറമ്യാ 33:3. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. നമ്മൾ വിളി കുറവാണ് ഈശോയെ. നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ പറയും, പെറുപെറുക്കും, പരാതി പറയും, ഉള്ളിലൊതുക്കും, നടക്കും. അങ്ങനെയല്ല. ഇനി ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമി ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ ഇല്ലേ? ഞാനൊന്ന് പറയണ്ടേ? അപ്പം ഞാൻ ഇറങ്ങി പോകുമ്പോൾ പറയണം. നമ്മുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞേച്ചല്ലേ പോകണം. ദേ ഇന്നടത്ത് പോവുക, ഈശോട് പറയണം, ഇന്നടത്ത് പോവുക, ഇന്നത് ചെയ്യാൻ പോവുക, ദേ ഇന്ന പ്രതിസന്ധി വന്നു, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് പറഞ്ഞാൽ ഈശോ കേൾക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞില്ലേ, എൻ്റെ വചനം നിൻ്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് സാധിക്കും. നമ്മളൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ കൊച്ചു കരഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും ചുമ്മാ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് വന്നതല്ലേ. കൊച്ചു ഉറങ്ങി. ഇനി എത്ര നേരം കിടന്നുറങ്ങും? ഇങ്ങനെ 2 മണിക്കൂറോളം കിടന്നോളൂ. അപ്പം പിന്നെ ശാന്തതയുണ്ടല്ലേ. അപ്പം ഇനി വചനമൊക്കെ വായിക്കണം കേട്ടോ. വചനമൊക്കെ എപ്പോഴും വായിക്കണം. ഈശോ നമ്മുടെ വചനം ഈശോയാ. എന്നാൽ ഇനിയിപ്പം നമുക്ക് ചായയൊക്കെ ഇടുവോ അല്ലെ? എന്താ ചെയ്യണം? ഇന്ന് വൈകുന്നേരം പള്ളിയിലൊക്കെ പോകുന്നില്ലേ? ഇന്ന് മാധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നാ ഇനിയിപ്പോൾ അതിൻ്റെ ഒരുക്കമൊക്കെ നടത്താം അല്ലേ? മനസ്സിലായാ പറഞ്ഞേ? ആ, അപ്പം ഈശോ കൂടെ ഉണ്ട്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഈശോ.